കോതമംഗലം പ്രതീക്ഷയോടെ കാത്തിരുന്ന തങ്കളം കാക്കനാട് നാലുവരിപ്പാത ഇപ്പോൾ നിർമ്മിച്ച 2 കിലോമീറ്ററിൽ ഒതുങ്ങും. മൂവാറ്റുപുഴ കാക്കനാട് നാലുവരിപ്പാതയുമായി സംയോജിപ്പിച്ച് നടപ്പാക്കുന്ന പ്രഖ്യാപനം പ്രഹസനമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തങ്കളം കാക്കനാട് നാലുവരിപ്പാത മൂവാറ്റുപുഴ കാക്കനാട് നാലുവരിപ്പാതയുമായി സംയോജിപ്പിച്ച് നടപ്പാക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസാണ് വ്യക്തമാക്കിയത്. 2 റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കോതമംഗലം മുതൽ വീട്ടൂർ വരെ പുതിയ റോഡ് നിർമ്മിക്കാനുമാണ് തീരുമാനം. ഇതിനുള്ള അലൈൻമെന്റും കണ്ടെത്തി. ഈ പുതിയ റോഡ് നിർമ്മിക്കുന്നത് വെറും 13.5 മീറ്റർ വീതിയിലാണെന്നാണ് മന്ത്രി വെളിപ്പെടുത്തിയിട്ടുള്ളത്. നിർമ്മിക്കുന്നത് 2 വരി റോഡാണ് എന്ന് വ്യക്തം. 24 മീറ്ററാണ് സാധാരണ നാലുവരിപ്പാതയ്ക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ വീതി. 13.5 മീറ്റർ വീതിയിൽ പുതിയ റോഡ് നിർമ്മിക്കാനുള്ള തീരുമാനം കോതമംഗലത്തിന്റെ നാലുവരിപ്പാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകില്ലെന്നാണ് വ്യക്തമാകുന്നത്. തങ്കളം കാക്കനാട് നാലുവരിപ്പാതയ്ക്ക് നേരത്തെ നിശ്ചയിച്ച അലൈൻമെന്റിൽ നിർമ്മാണം സാധ്യമാകാതെ വന്നതോടെയാണ് മറ്റു മാർഗങ്ങൾ തേടേണ്ടി വന്നത്. കോതമംഗലവും എറണാകുളവും തമ്മിലുള്ള ദൂരം വൻതോതിൽ കുറയ്ക്കുകയും വികസനക്കുതിപ്പിന് വഴിതെളിക്കുകയും ചെയ്യുമെന്ന നിലയിലാണ് തങ്കളം കാക്കനാട് നാലുവരിപ്പാത ആസൂത്രണം ചെയ്തത്. ആദ്യഘട്ട നിർമ്മാണം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞപ്പോൾ നാലുവരിപ്പാതയുടെ അസ്തിത്വം തന്നെ ഇല്ലാതാകുകയാണ്. GTV ന്യൂസ്, കോതമംഗലം.